പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന് നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാം. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഇന്ന് അങ്ങ് കാത്തുപരിപാലിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്യാം. ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? തിരിച്ചുവരവാണ്, അല്ലെങ്കിൽ മാനസാന്തരമാണ്, അനുതാപമാണ്. ദൈവം ഒരാത്മാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ലൂക്കാ 15:7 പറയുമല്ലോ, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെ പ്രതി സ്വർഗം സന്തോഷിക്കും. നമ്മളെ തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വല്ലാതെ ഈശോയിൽ നിന്ന് അകന്നു പോകരുത്. പാപം മൂലവും അശുദ്ധി മൂലവും ഒക്കെ ഇങ്ങനെ ഈശോയിൽ നിന്ന് ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ അകന്നകന്ന് ആലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ പോലെ നമ്മളിങ്ങനെ ദൂരേക്ക് യാത്രയായി പോകരുത്. ധൂർത്തപുത്രൻ പോയതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല, മറിച്ച് ദൈവത്തിലേക്ക് അടുക്കാനും തിരിച്ചുവരവനുമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒത്തിരി വർഷമായിട്ട് ഒരു പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുമായിരുന്നു. പിന്നെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു പാപത്തിൽ വീണുപോയി. അപ്പം തന്നെ ഓടി വന്നു, ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വീണുപോയി. ഒത്തിരി വർഷക്കാലം ഈ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുമായിരുന്നു. ഇപ്പം ഞാൻ വീണുപോയി, എനിക്ക് ആകപ്പാടെ നിരാശയാണ്, എനിക്ക് ആകപ്പാടെ സങ്കടമാണ്. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഈശോയിലേക്ക് തിരികെ വന്നേക്കുകയാണ്. അപ്പം ഞാൻ ആ വ്യക്തിക്ക് നല്ലൊരു ആശീർവാദമൊക്കെ കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് അദ്ദേഹം നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി വിടുതലിലേക്ക് തിരികെ ചെന്നു എന്നുള്ളതാണ്. ഈശോയുടെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു വന്നു എന്നുള്ളതാണ്. ദൈവം സന്തോഷിക്കും നീ തിരിച്ചു വരുവാണെങ്കിൽ. കർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഇതിനേക്കാളും മനോഹരമായ ഒരു കാര്യമില്ല. അപ്പോൾ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ധൂർത്തപുത്രൻ്റെ അപ്പൻ ഈ മകൻ തിരിച്ചു വരുമ്പോൾ കയ്യും പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്, പൊതിയാണ്, അവനെ ആഘോഷിക്കുകയാണ് അവൻ്റെ തിരിച്ചുവരവ്. ഇതുപോലെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. അഴുക്കിലും അശുദ്ധിയിലൊന്നും നിത്യം കുടുങ്ങി കിടക്കരുത്. എഴുന്നേക്കണം. കർത്താവേ, എന്നെ അങ്ങ് സ്വീകരിക്കണമേ, എന്നോടങ്ങ് പൊറുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ തിരികെ വരാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.